അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ബൈഫേഷ്യലിൻ്റെ സോളാർ പാനലിൻ്റെ സ്ട്രക്ചറാണ്. 5 5 10 വരുന്നത്. ഒറ്റ സ്ട്രക്ചർ ചെയ്യാനുള്ള ഗ്യാപ്പ് നമുക്കിവിടെ ഇല്ല. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബൈഫേഷ്യലിന് വേണ്ടി മാത്രമാണ്. ആ അടി കാണുന്ന ബ്ലാക്ക് മൊത്തം നമ്മൾ പെയിൻ്റ് അടിച്ച് വൈറ്റ് ചെയ്യണം. കാരണം നമുക്ക് ബൈഫേഷ്യൽ ആകുമ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നുള്ള റിഫ്ലക്ഷൻ്റെയും കൂടിയുള്ള പ്രൊഡക്ഷനാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പ്ലേറ്റ് വെച്ച് ബോൾട്ട് അടിച്ചൊക്കെ സെറ്റ് ചെയ്ത് വാട്ടർ ലെവലിൽ പോസ്റ്റ് നിർത്തും. അതിൻ്റെ അടിയിൽ ഒരു ബേസ്മെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. അതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കയറ്റുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങൾ. എല്ലാം അവസാനം പാനലെല്ലാം കയറ്റിയ ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്യും കാലൊക്കെ. കാരണം ഇതൊരുപാട് കാറ്റടിച്ച് കഴിഞ്ഞാൽ പോകാൻ പാടില്ല. സേഫ്റ്റിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതെല്ലാം ബോൾട്ട് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ്. പിന്നെ ക്ലാമ്പുണ്ട്. ക്ലാമ്പിൽ 1 ഇഞ്ച് ഷെൽഫ് ബോൾട്ട് അടിച്ച് കയറ്റും. പൈപ്പൊക്കെ കനമുള്ള പൈപ്പാണ്. നമുക്ക് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാൻ പാകത്തിന് നമ്മൾ ലാൻഡിങ് കാര്യങ്ങൾ കയറി നടക്കാനുള്ള സംവിധാനം എല്ലാം അതിലുണ്ട്. പിന്നെ ഇലക്ട്രീഷ്യൻ പണിയൊക്കെ നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് അവസാനമാണ് ചെയ്യുക. അതെല്ലാം ഏകദേശം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി.